ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹൈഫയിൽ 23 പേർക്ക് പരിക്ക്. മധ്യ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണത്തിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇസ്രയേൽ ഇറാൻ സംഘർഷം 9ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിൽ 639 പേരും ഇസ്രയേലിൽ 25 പേരും മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച 8ാം ദിവസമാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. മേഖലയിൽ ഉടൻ സമാധാനം പ്രസ്താവിക്കണമെന്നും അന്റോണിയോ ഗുട്ടറസ്. And to the Security Council, as the representative of the international community, I have a simple and clear message. Give peace a chance. ഇസ്രയേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് യോഗത്തിൽ ഇറാൻ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ ആണവ പദ്ധതി സമാധാന ആവശ്യങ്ങൾക്കാണെന്നും ഇറാൻ വാദിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഇറാൻ അംബാസഡറുടെ പ്രസംഗം. The strike were planned and systematic, killing senior military officials, scientists, professors, students, doctors, artists, athletes, rescuers, and ordinary civilians, including women, children, and infants. Many died in their sleep. These children killed in their bed. എന്നാൽ സമാധാനം വിദൂരമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം. ഇറാൻ ഇരവാദം ഉയർത്തരുതെന്നും ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇസ്രയേൽ നിലപാടെടുത്തു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണിതെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പ് പറയില്ലെന്ന് ഇസ്രയേൽ അംബാസഡർ ഡാനി ഡെനോൺ ആവർത്തിച്ചു. How can this council allow the representative of a regime that funds, arms, and orchestrates terror across the world to come here and play victim? It's like a wolf complaining when the shepherd fights back to protect his flock. So innocent. നയതന്ത്ര ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. സംഘർഷത്തിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഇസ്രയേൽ നടപടിയെ വിമർശിച്ച് റഷ്യ രംഗത്തെത്തി. ഗൾഫ് രാജ്യങ്ങളും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തി. ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ പ്രശ്നപരിഹാരമുണ്ടായില്ല. ന്യൂസ് ഡെസ്ക് 24.